ഹലോ എവരി വൺ. സോ പ്ലസ് ടു എക്സാംസ് ഒക്കെ നല്ല പ്രോപ്പറായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ പ്ലസ് ടു എക്സാമിന് ശേഷം നമുക്ക് വരാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് കോമ്പറ്റേറ്റീവ് എക്സാമായി നടക്കാൻ വേണ്ടി പോകുന്നത് കീം എക്സാം ആണ്. സോ കീം എക്സാമിനെ പറ്റി ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാവും. ഫിസിക്സിൽ നിന്ന് വരാൻ വേണ്ടി പോകുന്നത് 45 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ഒരു 45 ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്ന സമയത്ത് ഫിസിക്സ് എങ്ങനെ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യണം എന്നുള്ള ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. നോർമലി നമ്മൾ ഫിസിക്സ് എന്നുള്ള ചാപ്റ്റർ കിടക്കുന്ന സമയത്ത് ഫിസിക്സിൽ നമുക്ക് മെയിൻലി പ്ലസ് ടുവിൽ നിന്ന് 15 ചാപ്റ്റേഴ്സും അതേപോലെ തന്നെ പ്ലസ് വൺ നിന്ന് അറൗണ്ട് 14 ചാപ്റ്റേഴ്സും ഏകദേശം നമുക്ക് രണ്ടും കൂടി നോക്കുകയാണെങ്കിൽ 28 ചാപ്റ്റേഴ്സ് ആണ്. കാരണം പ്ലസ് ടുവിൽ ഇപ്പോൾ അവസാന ഒരു ചാപ്റ്റർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് 28 ചാപ്റ്റേഴ്സ് രീതിയിൽ നമുക്ക് കണക്കൂട്ടാം. സോ ഈ ഒരു 28 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലസ് ടുവിലെ ആദ്യ ചാപ്റ്റേഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇതിനെ 3-4 പാർട്സ് ആക്കി തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒപ്റ്റിക്സ് എന്നുള്ള ടോപ്പിക്, അതായത് റേ ഒപ്റ്റിക്സും വേ ഒപ്റ്റിക്സ് ചേർത്ത് നമുക്ക് ഒപ്റ്റിക്സ് എന്നുള്ള ടോപ്പിക് ആക്കി എടുക്കാം. അതേപോലെ തന്നെ മോഡേൺ ഫിസിക്സ് ആയിട്ട് ഡുവൽ നാച്ചർ, ആറ്റം, ന്യൂക്ലിയർ എന്നുള്ള ചാപ്റ്റേഴ്സ് കൺക്ലൂഡ് ചെയ്യാം. അതേപോലെ അതിലേക്ക് നമുക്ക് ഇലക്ട്രോണിക്സും കൂടി ആഡ് ചെയ്യാം. സോ മോഡേൺ ഫിസിക്സിൽ നിന്ന് വളരെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ്, ഏതൊക്കെ ആറ്റം, ന്യൂക്ലിയർ, അതേപോലെ തന്നെ ഡുവൽ നാച്ചർ, ഇലക്ട്രോണിക്സ് ഒക്കെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചാപ്റ്റേഴ്സാണ് ഈ 4 ചാപ്റ്റേഴ്സ്. അതേപോലെ ഒപ്റ്റിക്സ്, അതേപോലെ മോഡേൺ ഫിസിക്സ്, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഇലക്ട്രോ ഡൈനാമിക്സ്. സോ പ്ലസ് ടുവിൽ നിന്ന് ഇങ്ങനെയാണ് ചാപ്റ്റേഴ്സ് നടക്കുന്നത്. ഈ ഇലക്ട്രോ ഡൈനാമിക്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട്, മൂവിങ് ചാർജ്, അതേപോലെ തന്നെ മാഗ്നറ്റിസം, EMI, AC, EM വേവ്സ്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ശരിക്കും പ്ലസ് ടുവിലുള്ളത്. സോ പ്ലസ് ടു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് നല്ല ഫെമിലിയർ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ബോർഡ് എക്സാമിന് വേണ്ടി നിങ്ങൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തത് അതേ ലെവലിൽ തന്നെയാണ് ശരിക്കും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കീം എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. സോ ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി എന്താണ്, സെയിം മോഡലായിരിക്കും, സെയിം പാറ്റേൺ ആയിരിക്കും. അത് ഒബ്ജക്റ്റീവ് മോഡലിലേക്ക് വരുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ എന്തുള്ളൂ, ഈ ഒരു എക്സാമിൻ്റെ പാറ്റേൺ വ്യത്യാസമുള്ളൂ. ദെൻ പ്ലസ് വണ്ണിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് മെയിൻലി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നൊരു കുഞ്ഞി ചാപ്റ്ററാണ്. ദെൻ സ്ട്രേറ്റ് ലൈൻ, motion in straight line, loss of motion, motion in a plane, work energy, power, rotation and gravitation in the first volume. Then after solids, fluids, thermal properties and thermodynamics, kinetic theory, oscillation waves. ഇങ്ങനെയാണ് ചാപ്റ്റേഴ്സ് കിടക്കുന്നത്. സോ പ്രോപ്പറായിട്ട് എല്ലാ ചാപ്റ്ററിൻ്റെ ഒരു ബേസിക് ലെവൽ നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ ആ പ്ലസ് വണ്ണിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓർത്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വരാൻ വേണ്ടി പോകുന്ന കീം എക്സാം വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ഏരിയാസ് ആണ് ടച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി തരാനാണ് സൈലം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സൈലത്തിൻ്റെ കീം എൻ കെയിം 2.0. സോ ഈ ഒരു 2.0 ബാച്ചിലേക്ക് വരുന്ന സമയത്ത് ഫിസിക്സിൽ നിങ്ങൾ പ്ലസ് 2 നന്നായിട്ട് ഇപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ടുള്ളൂ മക്കളെ. ഇനി പ്ലസ് 1 നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് എവിടെയാണ് ടച്ച് ചെയ്യേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് PYQ ലാസ്റ്റ് ഇയേഴ്സ് വന്നിരിക്കുന്നത്, ഒക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. സോ വ്യക്തമായി മനസ്സിലാക്കി 45 ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സാമാണ് കീം എക്സാം. സോ ഈ ഒരു കീം എക്സാം നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സൈലത്തിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ചേർന്ന് പഠിക്കാം. സോ നമ്മുടെ ബാച്ച് ലോഞ്ച് ചെയ്ത കാര്യം നിങ്ങൾക്ക് അറിയാലോ. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നതാണ്. സോ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ഒരുമിച്ച് പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, കീം എക്സാം ക്രാക്ക് ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.